ആലപ്പുഴ ചാരുമൂട്ടിലെ ഗൃഹനാഥന്റെ ആത്മഹത്യയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ പ്രതിയാക്കും. ആത്മഹത്യാ പ്രേരണയും SC/ST പീഡനവും FIR-ൽ ഉൾപ്പെടുത്തും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഈ കേസിൽ നിസ്സാര വകുപ്പുകളാണ് ആദ്യം പോലീസ് ചുമത്തിയത്. ആ നടപടി തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിൻ്റെ കൂടി ആ ഒരു ഇത് മുൻനിർത്തിയാണോ ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന ആ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്? എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? സ്മിത, ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ ഗുരുതരമായ പരാതി ഉണ്ടായിട്ട് പോലും അസ്വാഭാവിക മരണത്തിൽ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ വിമർശനങ്ങൾക്ക് ഇടയായിരുന്നു. ഇന്നലെ നമ്മളത് പ്രധാനപ്പെട്ട വാർത്തയെ നൽകുകയും ചെയ്തതാണ്. പിന്നീട് CPI അടക്കം വിഷയത്തിൽ ഇടപെടുകയും പോലീസ് നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ നേരിട്ട് സമീപിക്കുകയൊക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഗുരുതരമായ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് പോലീസ് FIR പുതുക്കിയിരിക്കുന്നു. അതിൽ SC/ST പീഡനവും ആത്മഹത്യാ പ്രേരണയും അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനത്തിലെ ആരെയും ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ കൂടി പ്രതി ചേർക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് ഇവരെ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഇന്നലെ പോലീസ് ഈ ധനകാര്യ സ്ഥാപനത്തിൽ അവരെ വിളിച്ചിട്ട് ബന്ധപ്പെടാനാവുന്നില്ല എന്നുള്ളൊരു വിശദീകരണമായിരുന്നു നൽകിയിരുന്നത്. അതെന്തായാലും ഇന്നലത്തെ നമ്മുടെ വാർത്തയോടുകൂടി അത് മാറിയിട്ടുണ്ട്. അവരെ ബന്ധപ്പെടാനായി. അവരെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഉണ്ടായിരുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമെല്ലാം അറുതിയാവുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളെ പ്രതി ചേർത്ത്, പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ തന്നെ പ്രതി ചേർത്ത് FIR-മായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഇന്നാണ് ശശിയുടെ സംസ്കാരം. അതിനു മുൻപ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. BJP-യും കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.